ചിങ്കാര മോട്ടോഴ്സ് എന്ന ഇന്ത്യൻ കാർ കമ്പനിയെക്കുറിച്ച് എത്ര പേർ കേട്ടിട്ടുണ്ട്? സ്വന്തമായി ഒരു സ്പോർട്സ് കാർ സ്വന്തമാക്കണം. ചെറുപ്പം മുതലുള്ള ആ പെൺകുട്ടിയുടെ ഏറ്റവും വലിയ സ്വപ്നം അത് മാത്രമായിരുന്നു. മഹാരാഷ്ട്രയിലെ അലിബാഗുകാരിയായ പെൺകുട്ടിക്ക് ആ സ്വപ്നത്തിന് അവളുടേതു മാത്രമായ ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. കാർ റേസിംഗ്, കാർ റാലി പ്രേമികളുടെ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടി മറ്റെന്ത് സ്വപ്നം കാണാനാണ്? കൂടാതെ അവളുടെ അച്ഛൻ വസീം മൊയ്സുദ്ദീൻ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു കാർ റേസർ കൂടിയായിരുന്നു. അത് തന്നെയാണ് അവളെ സ്പോർട്സ് കാർ സ്വന്തമാക്കണം എന്ന സ്വപ്നത്തിന് പ്രേരിപ്പിച്ചതും. മുംബൈയിലെ ജയ്ഹിന്ദ് കോളേജിലെ മനഃശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നപ്പോഴും അവൾ അവളുടെ സ്വപ്നം വിട്ടില്ല. സ്വന്തമാക്കാൻ ആഗ്രഹിച്ച സ്പോർട്സ് കാർ 25-ാം വയസ്സിൽ സ്വന്തം കമ്പനിയിൽ നിന്ന് തന്നെ അവൾ സ്വന്തമായി നിർമ്മിച്ചു. ഷാമ ബോത്ത് എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ഷാമ ബോത്തും ജർമ്മൻ ഭർത്താവ് ഗൈഡോ വിൽഹം ബോത്തും ചേർന്ന കാർ നിർമ്മിക്കാനായി തുടങ്ങിയ കമ്പനിയുടെ പേരാണ് ചിങ്കാര മോട്ടേഴ്സ്. കാറുകൾ മാത്രമല്ല, മറൈൻ, ഏവിയേഷൻ എന്നീ വിഭാഗങ്ങളിലും കമ്പനി വാഹനങ്ങൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ചിങ്കാര മോട്ടേഴ്സിന്റെ ആദ്യ കാറിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. തുടക്കത്തിൽ ഫണ്ടിങ്ങിന്റെ വലിയ പ്രശ്നമുണ്ടായിരുന്നു. സ്വപ്നം സഫലമാക്കാൻ പോക്കറ്റിലെ ഓരോ ചില്ലിക്കാശും അവൾ ചിലവാക്കി. സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ 2 വർഷമെടുത്തു. ചിങ്കാര മോട്ടേഴ്സിന്റെ വർക്ക്ഷോപ്പിൽ നിന്നും 2003-ൽ മുംബൈ ഓട്ടോ ഷോയിൽ കമ്പനിയുടെ ആദ്യ കാർ പുറത്തിറക്കി. കാറിന്റെ വില 6,70,000 രൂപ. 1800 cc, 88 bhp, ഫൈബർ ക്ലാസ് ബോഡി, 2 സീറ്റ് കാർ, റോഡ്സ്റ്റർ. ഇന്ത്യയിൽ ലഭ്യമായ കാറുകളുടെ ഭാഗങ്ങളൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ചിങ്കാര ഈ സ്പോർട്സ് കാർ പുറത്തിറക്കിയത്. കോളിൻ ചാപ്മാന്റെ അനശ്വരമായ ലോട്ടസ് 7-ൽ നിന്നാണ് ചിങ്കാരയുടെ റോഡ്സ്റ്റർ രൂപപ്പെടുത്തുന്നത്. മാരുതി 800, സ്റ്റാൻഡേർഡ് ഹെറാൾഡ് ഉൾപ്പെടെ വിവിധ കാറുകളുടെ ഭാഗങ്ങൾ റോഡ്സ്റ്ററിനായി ചിങ്കാര ഉപയോഗിച്ചു. റൈമണ്ട് ഗ്രൂപ്പിന്റെ ചെയർമാൻ ഗൗതം സിംഘാനിയ ഉൾപ്പെടെ നിരവധി പ്രമുഖർക്കായി ചിങ്കാര മോട്ടേഴ്സ് കാറുകൾ നിർമ്മിച്ചു നൽകി. 2004-ലെ ഓട്ടോ ഷോയിൽ ചിങ്കാര ജീപ്സ്റ്റർ പുറത്തിറക്കി. 3,98,000 രൂപയായിരുന്നു വില. ഫൈബർ ബോഡി ക്ലാസ് ആയിരുന്നു കാറിന്. വില്ലീസ് MP ജീപ്പിന്റെ സമാനമായ ഒരു ഓഫ് റോഡ് വാഹനമായിരുന്നു ജീപ്സ്റ്റർ. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് നിർമ്മിച്ച 1.8 ലിറ്റർ 4 സിലിണ്ടർ ഇസൂസി എഞ്ചിനായിരുന്നു ജീപ്സ്റ്ററിനുണ്ടായിരുന്നത്. 1817 cc, 135 Nm ടോർക്ക്, 5 സ്പീഡ് ട്രാൻസ്മിഷൻ. ഇതൊക്കെയായിരുന്നു ജീപ്സ്റ്ററിന്റെ പ്രത്യേകതകൾ. ചിങ്കാര പുറത്തിറക്കിയ മറ്റൊരു വാഹനമായിരുന്നു ഹാമർ. ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്കുള്ള ഒരു സാൻഡ്രൈൽ ഫാസ്റ്റ് അറ്റാക്ക് വാഹനമായിരുന്നു ഹാമർ. 12 ലക്ഷം രൂപയാണ് ഇതിന്റെ വില. ശക്തമായ എഞ്ചിൻ, ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്, വെടിയുണ്ടകളിൽ നിന്നും മൈനുകളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് കെവ്ലറും സെറാമിക് ഫൈബറുകളും ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഇതിന്റെ പുറം ഭാഗം. 60കളിലെ കോർവൈറ്റ് സ്റ്റെംഗ്രേ പോലെ തോന്നിക്കുന്ന ഈ വാഹനം 1100 കിലോഗ്രാം ഭാരമാണ് ഇതിനുള്ളത്. 130 HP-യുടെ എഞ്ചിനും. പെട്രോളിംഗ്, ടാക്സ് ഫോഴ്സ്, വനം വകുപ്പുകൾ, ആന്റി പോച്ചിംഗ് സ്ക്വാഡുകൾ എന്നിവയ്ക്ക് ഹാമർ അനുയോജ്യമാണ്. ഓട്ടോമാറ്റഡ് മെഷീൻ ഗൺ, റോക്കറ്റ് ലോഞ്ചറുകൾ എന്നിവ ഈ വാഹനത്തിൽ സജ്ജീകരിക്കാമെന്നാണ് ചിങ്കാര മോട്ടേഴ്സ് പറയുന്നത്. ചിങ്കാരയുടെ മറ്റൊരു വാഹനമാണ് സെയിൽ സ്റ്റാർ. കാറ്റിന്റെ ശക്തിയാൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത കൈവരിക്കുവാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ബീച്ച് സെയിലറാണ് സെയിൽ സ്റ്റാർ. സെയിൽ സ്റ്റാറിന്റെ ആവേശം അനുഭവിക്കണമെങ്കിൽ ഒരു ബീച്ച് തന്നെ വേണ്ടിവരും. 2018-ൽ ഒരു മുൻ ആർമി ക്യാപ്റ്റന് തകരാറുള്ള സ്പീഡ് ബോട്ട് നൽകിയതിന് ചിങ്കാരയ്ക്ക് ഉപഭോക്തൃ കോടതി 3.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യക്കാർക്ക് അത്ര പരിചിതമല്ലാത്ത മേഖലകളിൽ കൂടിയായിരുന്നു ചിങ്കാര മോട്ടേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ യാത്രകൾ. അതിന് ചുക്കാൻ പിടിച്ച പെൺകുട്ടിയുടെ പേരും ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് തന്നെയാണ്.